ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് തമിഴിൽ കണ്ട പോലെ 2025-26 റിവൈസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് ചാർജസ് ആണ് ഈ വീഡിയോയിൽ പറയണത് കേട്ടോ. അതായത് 2023 സെപ്റ്റംബറിലാണ് നമ്മളിതിന് മുന്നേ ചാർജ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇത് റിവൈസ് ചെയ്യുന്നത് കേട്ടോ. വർഷം വർഷം റിവൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്, കസ്റ്റം സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന രീതിക്കുള്ള ഒരു ചോയ്സ് മാത്രമാണ്. ജസ്റ്റ് എ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു കസ്റ്റം സ്റ്റിച്ചിങ് ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഓഫ്ലൈൻ ഷോപ്സ് ഉണ്ട്. അവിടുന്ന് റെഡിമെയ്ഡ്സ് നിങ്ങളുടെ കറക്റ്റ് സൈസിനുള്ളത് അവൈലബിൾ ആണ്. ഓൺലൈൻ വെബ്സൈറ്റ്സ് ഉണ്ട്. ആമസോൺ, മിന്ത്ര, മീഷോ, ഫ്ലിപ്കാർട്ട് എല്ലാത്തുനിന്നും നമുക്ക് ക്ലോത്തിങ് കിട്ടുന്നുണ്ട്. അതല്ലാതെ ക്ലോത്തിങ് പേജസ് ഉണ്ട്, അവിടെ നിന്നും നമുക്ക് വാങ്ങാം. ഇതൊന്നും അല്ലാതെ നിങ്ങൾ സ്റ്റിച്ചിങ് ഓപ്റ്റ് ചെയ്യുമ്പോഴത്തെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാർജിനെ ബേസ് ചെയ്ത് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ആകെ കൂടെ നിർബന്ധമായിട്ട് ആളുകൾ സ്റ്റിച്ച് ചെയ്യാറുള്ളത് സാരി ബ്ലൗസ്, കുട്ടികളുടെ സ്കൂൾ യൂണിഫോം അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതും ഇപ്പോൾ റെഡിമെയ്ഡ്സ് അവൈലബിൾ ആണ്, കിട്ടും. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റിച്ചിങ്, കസ്റ്റം സ്റ്റിച്ചിങ് എപ്പോഴും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ ഒരുപാട് എഫേർട്ട് ഇൻവോൾവ് ആണ്, ഒരുപാട് ടൈം ഇൻവോൾവ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ബുട്ടിക്ക് റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ടൈലറിങ് ഷോപ്പ് റൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ഹൂ എവർ ഇറ്റ് ഈസ്, ആരാണോ അവരുടെ എഫേർട്ടിന് ഫിക്സ് ചെയ്യുന്ന ചാർജാണ് അത്. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ പല പല പച്ചക്കറികൾ കടകളുള്ള പോലെ തന്നെ ഉള്ള ഒരു സംഗതിയാണ് ടൈലറിങ് ഷോപ്സ്, ബുട്ടിക്സ്, വീട്ടിലിരുന്ന് തുന്നുന്ന ആളുകളുടെ സംരംഭങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇന്ന കടയിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് ചൂസ് ചെയ്യുന്ന, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ മതി എന്നും തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് പലയിടത്തെ റേറ്റ് കമ്പയർ ചെയ്യാം, പലയിടത്തെയും വർക്ക് ഫിനിഷിങ് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്ന ഒരു സംഗതിയാണത്. ആരും ഒരു ടൈലറിങ് ഷോപ്പ് നടത്തുന്ന ഒരാളും, ഒരു സ്റ്റിച്ച് ചെയ്യുന്ന, ഒരു വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു ലേഡിയോ മാനോ ആരാവട്ടെ, ആരും ഒരു കസ്റ്റമറിൻ്റെയും പുറകെ നടന്ന് ഇവിടെ തന്നെ തരൂ, ഇവിടെ തന്നെയാണ് തരേണ്ടത്, ഇവിടെ തുന്നിയാൽ മതി, ഇങ്ങനെ പറഞ്ഞ് കേട്ടതായിട്ട് ഇന്നേ വരെ ആരും പറഞ്ഞു കേട്ടതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഷോപ്പിനെ വളരെ നിഷിദ്ധമായിട്ട് കുറ്റം പറയുമ്പോൾ, അതായത് ഇവർക്കൊക്കെ എന്തിനാ ഇങ്ങനെ ആൾക്കാരെ ചൂഷണം ചെയ്തിട്ടുണ്ടാക്കണം, ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, ഇത്രയ്ക്കൊക്കെ ഉണ്ടോ ഇതിനൊക്കെ, അങ്ങനത്തെ ആ രീതിയിലുള്ളൊരു എന്താ പറയുക, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്നുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംസാരം ഒക്കെ കണ്ടിട്ടുള്ളത്. ഒരു തുണിക്ക് ഇത്രയല്ലേ ഉള്ളൂ റേറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റേറ്റിന് 4 ഡ്രസ്സ് മേടിക്കാമല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസ മേടിക്കണത്, അങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നവരാണ് അധികം പറഞ്ഞു കണ്ടിട്ടുള്ളത്. തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള വീഡിയോസിൻ്റെ താഴെ അധികം ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ അവിടെ എത്ര റേറ്റൊക്കെ കിട്ടുമോ, നമ്മുടെ അവിടെ നമുക്കിത് കിട്ടാറില്ല, പറഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സ് തരാറില്ല. ചില കസ്റ്റമേഴ്സാണ് റേറ്റ് പറയുക നമ്മളോട് ഇങ്ങോട്ട്, ഇതിന് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക. അപ്പോൾ ആ രീതിയിലുള്ള കമൻസും കാര്യങ്ങളാണ് തുന്നി കൊടുക്കുന്ന ആൾക്കാരെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത്. തുന്നിക്കാൻ കൊടുക്കുന്നവരുടെ അടുത്തു നിന്നാണ് അത്ര ഹാർഷായിട്ടുള്ള രീതിയിലുള്ള സംഗതികൾ കണ്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, എല്ലാ സംഗതികൾക്കും വില കൂടിയിട്ടുണ്ട്, എല്ലാത്തിനും വില കൂടി. നമുക്കൊരു 10 വർഷം മുന്നേ കിട്ടിയിരുന്ന ഒരു സർവീസും ആ റേറ്റിന് നമുക്കിപ്പോൾ കിട്ടില്ല, അല്ലേ? ആ സമയത്തുള്ള വിലയല്ല ഇപ്പോൾ. ഇപ്പം ഗോൾഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെയുള്ള വിലയല്ല ഇപ്പോൾ. ഞാൻ ഗോൾഡിൻ്റെ റേറ്റായിട്ട് കമ്പയർ ചെയ്യല്ല കേട്ടോ, പറഞ്ഞ ഒരു ഫ്ലോയിൽ അത് പറഞ്ഞത് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പണ്ട് ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ കൊടുത്താൽ കുറേ കാലം മുന്നേ നമുക്ക് 10 രൂപ 20 രൂപയ്ക്ക് ഷേപ്പ് ചെയ്ത് കിട്ടിയിരുന്നുണ്ടാവാം.
ഇപ്പോഴും ആ റേറ്റ് മേടിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് അവരെടുക്കുന്ന അവരുടെ ചോയ്സാണ്. അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക്, അവരുടെ റിലേറ്റീവ്സിന് അവർ വിചാരിക്കുകയാണ് എനിക്കിത് മതി, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. പക്ഷെ അത് വെച്ചിട്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50 രൂപ എന്നൊക്കെ പറയുന്നത് മിനിമമാണ്. ഒരു ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ചാർജ് ഏറ്റവും മിനിമമാണ് 50 രൂപ എന്നുള്ളത്. അത് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഗതിനെ ബേസ് ചെയ്തിട്ട്, അതായത് 20 രൂപ 10 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ 50 രൂപ മേടിക്കുന്ന ആളെ നമ്മൾ അവർ മോശക്കാരാണ്, അവർ ഒരുപാട് പൈസ മേടിക്കുന്നു എന്ന് പറയണത് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് കസ്റ്റം സ്റ്റിച്ചിങ് വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കണോ, എന്താണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഈവൻ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി ഈ വീഡിയോ. നിങ്ങളുടെ ഫോണാണ്, നിങ്ങളുടെ തമ്പാണ്, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം. എല്ലാം നമുക്ക് അത്രയും പ്രിവിലേജ് ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ അതിൽ പ്രൊവോക്ഡ് ആവുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ്, അതായത് 2 വർഷം മുന്നത്തെ ചാർജിനെ അപേക്ഷിച്ച് ചെറിയ ചെറിയ ഡിഫറൻസസ് ആണ് വരുത്തിയിട്ടുള്ളത്. അത് റീസണബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. 55ഓളം ഗാർമെൻറ്റ്സിൻ്റെ ചാർജ് ഞാൻ അന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ റിവൈസ് ചെയ്തിട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, കണ്ട് നോക്കി നോക്കൂ. ഇപ്പോൾ അതിലുള്ള എല്ലാ ഗാർമെൻറ്റ്സും ഞാൻ സ്റ്റിച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്ന മാക്സിമം സംഗതികളുടെ ചാർജ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല, എഴുതി കാണിച്ച് അങ്ങനെ പോകണേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സജഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അങ്ങനെ ഓക്കെ, താങ്ക് യു.